രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന വർഷം 1945 ഓഗസ്റ്റ് മാസം 6ഉം 9ഉം തീയതികളിൽ പുലർച്ചെ B-29 എന്ന അമേരിക്കയുടെ ബോംബർ വിമാനങ്ങൾ ജപ്പാന്റെ വ്യോമാതിർത്തിയും കടന്ന് ഹിരോഷിമയുടെയും നാഗാസാക്കിയുടെയും ആകാശത്തുകൂടെ താഴ്ന്നു പറന്ന് ബോംബുകൾ വർഷിച്ചു. ഉപരിതലത്തിൽ നിന്നും ഏകദേശം 2000 അടി ഉയരത്തിൽ വെച്ച് 45 സെക്കൻഡുകൾക്കുള്ളിൽ വലിയ വിസ്ഫോടനം സംഭവിച്ചു. 2,20,000-ഓളം മനുഷ്യജീവൻ ഇല്ലാതെയായി. ലിറ്റിൽ ബോയ് എന്നും ഫാറ്റ്മാൻ എന്നും പേര് നൽകിയിരുന്ന 2 ആറ്റം ബോംബുകളാണ് അമേരിക്ക ജപ്പാനിൽ പ്രയോഗിച്ചത്. ആണവായുധത്തിൻ്റെ പ്രഹരശേഷി എത്രമാത്രമാണ് എന്ന് മനസ്സിലായില്ലേ? ഇന്ന് ലോകത്ത് ഇന്ത്യയിലും പാകിസ്ഥാനിലും അടക്കം ആകെ 9 രാജ്യങ്ങളിലായി ഇതുപോലത്തെയും ഇതിനേക്കാൾ 10 മടങ്ങ് പ്രഹരശേഷിയുള്ളതുമായ 12,119 ആണവായുധങ്ങളാണുള്ളത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ നമ്മെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചതും ഇതേ ആണവായുധങ്ങളെക്കുറിച്ച് പറഞ്ഞാണ്. ഇത്രമാത്രം പ്രഹരശേഷിയുള്ള ഈ ആണവായുധങ്ങൾ എങ്ങനെയായിരിക്കും പ്രവർത്തിച്ചത്? സ്ഫോടനം നടന്ന ആ നിമിഷങ്ങളിൽ എന്തായിരിക്കും സംഭവിച്ചത്? ഇതെല്ലാം നമ്മൾ വളരെ വിശദമായി കാണാൻ പോവുകയാണ്. അണുവിഘടനം അഥവാ ന്യൂക്ലിയർ ഫിഷൻ, അണുസംയോജനം അഥവാ ന്യൂക്ലിയർ ഫ്യൂഷൻ, ഇവ കൊണ്ട് നശീകരണ ശക്തി ലഭിക്കുന്ന ആയുധങ്ങളെയാണ് ആണവായുധങ്ങൾ അഥവാ അണുബോംബുകൾ എന്ന് വിളിക്കുന്നത്. ആണവ പ്രവർത്തനങ്ങളിൽ വളരെ കൂടിയ അളവിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനാലാണ് ഇവ അതീവ നാശക ശക്തിയുള്ള ആയുധങ്ങളായി മാറുന്നത്. ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളും ഒളിഞ്ഞും തെളിഞ്ഞും ഈ ബോംബ് നിർമ്മിച്ച് പരീക്ഷിച്ച് തങ്ങളുടെ ആയുധ ശേഖരങ്ങളോടൊപ്പം രഹസ്യമായി സൂക്ഷിക്കുന്നുണ്ട്. ആണവായുധം സ്വന്തമാക്കിയിട്ടുള്ള രാഷ്ട്രങ്ങളിൽ ആണവായുധ നിർവ്യാപന കരാർ പ്രകാരം 5 രാഷ്ട്രങ്ങളാണുള്ളത്: USA, റഷ്യ, യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ചൈന. എന്നാൽ ആണവായുധ ശേഷിയുള്ള മറ്റു 3 രാജ്യങ്ങളുമുണ്ട്: ഇന്ത്യ, പാകിസ്ഥാൻ, ഉത്തര കൊറിയ. ഇസ്രായേലിനും ആണവായുധങ്ങളുണ്ട് എന്നാണ് വ്യാപകമായി വിശ്വസിക്കുന്നത്. ചരിത്രത്തിൽ യുദ്ധ ആവശ്യത്തിനായി 2 ആറ്റം ബോംബുകളാണ് നാളിതുവരെ ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന സമയത്ത് ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് വർഷിച്ചു. 2,20,000-ഓളം ജീവൻ തൽക്ഷണം ഇല്ലാതാവുകയും ചെയ്തു. അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതിയായിരുന്നു മാൻഹട്ടൻ പ്രൊജക്റ്റ്. ഇതിൻ്റെ തലവനായിരുന്ന റോബർട്ട് ഓപ്പൺഹൈമറിനെയാണ് ആറ്റം ബോംബിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. 1945 ഓഗസ്റ്റ് മാസം 6-ാം തീയതി രാവിലെ 8:15 ഹിരോഷിമയിൽ പ്രയോഗിച്ച ബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയ് എന്നും ഓഗസ്റ്റ് 9-ാം തീയതി നാഗസാക്കിയിൽ പതിച്ച അണുബോംബിൻ്റെ പേര് ഫാറ്റ്മാൻ എന്നുമായിരുന്നു. നമുക്കാർക്കും സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത അതിഭീകരമായ ഈ വിസ്ഫോടനം സംഭവിച്ചത് എങ്ങനെയായിരിക്കും? ഒരു സാധാരണ ബോംബിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കെമിക്കൽ റിയാക്ഷനുകൾ മൂലമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഒരു അണുബോംബിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ന്യൂക്ലിയർ റിയാക്ഷൻ വഴിയാണ്. അതായത് വലിയ ന്യൂക്ലിയസുകളെ വിഘടിപ്പിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ന്യൂക്ലിയർ ഫിഷനും ഹൈഡ്രജനുകളെ കൂട്ടിച്ചേർത്ത് ഹീലിയമാക്കി മാറ്റി വലിയ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന സൂര്യനിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷനും. ഇതിൽ ന്യൂക്ലിയർ ഫിഷൻ മൂലം പ്രവർത്തിക്കുന്ന ബോംബുകളെ ആറ്റം ബോംബുകൾ എന്നും ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി പ്രവർത്തിക്കുന്ന ബോംബുകളെ ഹൈഡ്രജൻ ബോംബുകൾ എന്നുമാണ് വിളിക്കുന്നത്. ന്യൂക്ലിയർ ഫിഷൻ എന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിലാണ് ജപ്പാനിൽ നാശം വിതച്ച അണുബോംബുകൾ നിർമ്മിച്ചത്. ആദ്യമായി നമുക്ക് ന്യൂക്ലിയർ ഫിഷൻ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാം. ന്യൂക്ലിയർ ഫിഷൻ്റെ മലയാളം അണുവിഘടനം എന്നാണ്. അതായത് ഒരാറ്റത്തെ ഒന്നിലധികം ഭാഗങ്ങളായി വിഭജിക്കുന്ന ന്യൂക്ലിയർ പ്രക്രിയ. ഒരാറ്റം വിഭജിക്കപ്പെടുമ്പോൾ വലിയ തോതിൽ ഊർജം പുറത്തേക്ക് വരും. ഈ ഊർജം എന്നത് ആറ്റത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂക്ലിയസിൽ നിന്ന് വരുന്ന ഊർജമാണ്. യഥാർത്ഥത്തിൽ ആറ്റം പൊട്ടിക്കുമ്പോൾ ഉള്ളിലെ ന്യൂക്ലിയസ് പൊട്ടി അതിനുള്ളിൽ നിന്നുമാണ് ഊർജം പുറത്തു വരുന്നത്. എന്നാൽ ആറ്റത്തെ പൊട്ടിക്കുക എന്നത് അത്ര നിസ്സാര കാര്യമല്ല. ആദ്യത്തെ ആറ്റം ബോംബ് നിർമ്മിച്ചത് പ്രകൃതിദത്തമായ ആറ്റങ്ങളിൽ ഏറ്റവും വലിയ ന്യൂക്ലിയസ് ഉള്ള ആറ്റമായ യുറേനിയം ഉപയോഗിച്ചാണ്. യുറേനിയം ആറ്റത്തിൻ്റെ ആറ്റോമിക് മാസ് 238 ആണ്. യുറേനിയം 238. അതായത്
യുറേനിയം ആറ്റത്തിന് 92 പ്രോട്ടോണുകളും 146 ന്യൂട്രോണുകളുമാണുള്ളത്. അങ്ങനെയാണ് ആറ്റോമിക് മാസ് 238 ആകുന്നത്. അതുപോലെ തന്നെ യുറേനിയം 235 എന്ന വളരെയേറെ അൺസ്റ്റേബിളായ യുറേനിയത്തിൻ്റെ ഒരു ഐസോട്ടോപ്പ് ഉണ്ട്. യുറേനിയം 238-നേക്കാളും 3 ന്യൂട്രോണുകൾ കുറവാണ് യുറേനിയം 235-ന്. ഇത് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഫിഷൻ പ്രവർത്തനങ്ങൾ നടക്കുവാൻ വളരെയേറെ എളുപ്പമാണ്. ഈ യുറേനിയം 235-ൽ മറ്റൊരു ന്യൂട്രോൺ വന്ന് കൂട്ടിയിടിക്കുകയാണെങ്കിൽ യുറേനിയം 236 ആയി മാറും. ഇത് വളരെയേറെ അൺസ്റ്റേബിളാണ്. അതുകൊണ്ട് തന്നെ ഈ ആറ്റം മറ്റ് 2 ആറ്റങ്ങളായി വളരെ പെട്ടെന്ന് തന്നെ വിഘടിക്കും. ബറിയം, ക്രിപ്റ്റോൺ എന്നീ 2 ആറ്റങ്ങളാണ് അവ. അതായത് ഈ വിഘടനം സംഭവിക്കുമ്പോൾ അതിൻ്റെ ഫലമായി ന്യൂക്ലിയസിൽ നിന്നും വലിയ ഊർജം പുറത്തു വരും. ഇതിനോടൊപ്പം തന്നെ ക്രിപ്റ്റോണിൽ നിന്നും ബറിയത്തിൽ നിന്നും ഓരോ പുതിയ ന്യൂട്രോണുകളും, യുറേനിയം 235-ൽ നിന്നും മറ്റൊരു ന്യൂട്രോണും, അങ്ങനെ ആകെ 3 ന്യൂട്രോണുകൾ പുറത്തു വരും. ഇവ 3ഉം വീണ്ടും അടുത്ത 3 യുറേനിയം 235 ആറ്റങ്ങളുമായി കൂട്ടിയിടിക്കും. അപ്പോഴും ഇതുപോലെ തന്നെ ഓരോ ആറ്റങ്ങളും വിഘടിച്ച് ക്രിപ്റ്റോണും ബെറിയവും ആവുകയും ന്യൂട്രോണുകൾ പുറത്തു വരികയും ചെയ്യും. ആദ്യം ഉണ്ടായതിൻ്റെ ഒരുപാട് ഇരട്ടി ഊർജമായിരിക്കും ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിലൂടെ പുറന്തള്ളപ്പെടുന്നത് 9 ന്യൂട്രോണുകളായിരിക്കും. ഇവ അടുത്ത യുറേനിയം 235 ആറ്റങ്ങളുമായി കൂട്ടിയിടിക്കുകയും ഈ പ്രവർത്തനം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അതായത് ആ ആറ്റം ബോംബിലുള്ള എല്ലാ യുറേനിയം 235 ആറ്റങ്ങളും വിഘടിച്ച് ബെറിയവും ക്രിപ്റ്റോണും ആകുന്നതുവരെ ഈ പ്രവർത്തനം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നിമിഷ നേരങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ഈ റിയാക്ഷനുകളെയാണ് ചെയിൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ആ സമയത്ത് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നതിനേക്കാൾ ഒരുപാട് കൂടുതൽ ഊർജമായിരിക്കും ഇതിൽ നിന്നും പുറത്തു വരുവാൻ പോകുന്നത്. എന്നാൽ ഇതുപോലെ ചെയിൻ റിയാക്ഷൻ സംഭവിക്കണമെങ്കിൽ യുറേനിയം ക്രിട്ടിക്കൽ മാസ് ആയിരിക്കണം. അതായത് ഒരു ന്യൂക്ലിയർ ഫിഷൻ പ്രവർത്തനം വഴി പുറത്തു വരുന്ന ന്യൂട്രോണുകളെല്ലാം മറ്റൊരു ന്യൂക്ലിയസിൽ ചെന്ന് ഇടിക്കണം എന്നില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കുമ്പോൾ ചെയിൻ റിയാക്ഷൻ നടക്കുകയുമില്ല. എത്രമാത്രം യുറേനിയമാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചെയിൻ റിയാക്ഷൻ സംഭവിക്കുക. ഒരു ചെയിൻ റിയാക്ഷൻ നിലനിർത്തുവാൻ ആവശ്യമായ മിനിമം യുറേനിയത്തിൻ്റെ അളവിനെയാണ് യുറേനിയത്തിൻ്റെ ക്രിട്ടിക്കൽ മാസ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ മാസിൻ്റെ അത്ര തന്നെ യുറേനിയമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ചെയിൻ റിയാക്ഷൻ സംഭവിക്കും. എന്നാൽ ക്രിട്ടിക്കൽ മാസിനേക്കാളും ഒരുപാട് കൂടുതൽ യുറേനിയമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ സംഭവിക്കാൻ പോകുന്ന ചെയിൻ റിയാക്ഷൻ അനിയന്ത്രിതമായ രീതിയിൽ കൂടി വരും. യുറേനിയത്തിൻ്റെ ക്രിട്ടിക്കൽ മാസ് 52 കിലോഗ്രാമാണ്. അതായത് ബോംബ് നിർമ്മിക്കുവാൻ 52 കിലോഗ്രാമിലും കൂടുതൽ യുറേനിയം അത്യാവശ്യമാണ്. ഹിരോഷിമയിൽ പൊട്ടിത്തെറിച്ച ലിറ്റിൽ ബോയ് എന്ന ആറ്റം ബോംബിൽ ഇതെല്ലാം എങ്ങനെയായിരുന്നു ക്രമീകരിച്ചിരുന്നത് എന്നും എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നും നമുക്ക് നോക്കാം. ലിറ്റിൽ ബോയ് എന്നത് ഒരു ഗൺ ടൈപ്പ് ഫിഷൻ വെപ്പണാണ്. അതായത് തോക്ക് പോലെ ഇരിക്കുന്ന ഒരു ബോംബാണ്. ലിറ്റിൽ ബോയ്ക്ക് 120 ഇഞ്ച് നീളവും 28 ഇഞ്ച് വ്യാസവും ഏകദേശം 9700 പൗണ്ട്, അതായത് 4400 കിലോഗ്രാമോളം ഭാരവുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിറച്ചിരുന്നത് 64 കിലോഗ്രാമിലും കൂടുതൽ യുറേനിയമാണ്. ക്രിട്ടിക്കൽ മാസിനേക്കാളും ഒരുപാട് കൂടുതലായതിനാൽ 64 കിലോഗ്രാമിനെ 2 അറകളിലായിട്ടാണ് ബോംബിനുള്ളിൽ സ്ഥാപിച്ചത്. അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഏത് നിമിഷവും വിസ്ഫോടനം സംഭവിക്കാം. കുറച്ച് യുറേനിയം ഹോളോ സിലിണ്ടറിക്കൽ രൂപത്തിലും മിച്ചമുള്ളത് അതിനുള്ളിൽ കയറുവാൻ കഴിയുന്ന വലിപ്പത്തിലുള്ള സോളിഡ് സിലിണ്ടറിൻ്റെ രൂപത്തിലുമായിരുന്നു സ്ഥാപിച്ചിരുന്നത്. സബ് ക്രിട്ടിക്കൽ മാസ് 1, സബ് ക്രിട്ടിക്കൽ മാസ് 2 എന്നവയെ വിളിക്കാം. ഈ 2 അറകൾക്കും നടുവിലായി ഒരു ന്യൂട്രോൺ സോഴ്സും ഉണ്ടായിരുന്നു. ഈ 2 യുറേനിയം അറകളും സ്ഥിതി ചെയ്തിരുന്ന കണ്ടെയ്നറിൻ്റെ പുറത്ത് ഒരു കെമിക്കൽ ബോംബും സ്ഥാപിച്ചിട്ടുണ്ട്. ഇവയെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത് ഒരു തോക്കിൻ്റെ കുഴൽ പോലുള്ള ഭാഗത്താണ്. ഈ കെമിക്കൽ ബോംബ് പൊട്ടിക്കഴിയുമ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ ഹോളോ സിലിണ്ടർ രൂപത്തിലുള്ള അറ വെടിയുണ്ട പോലെ സഞ്ചരിച്ച് സിലിണ്ടറിക്കൽ അറയിൽ വന്നു ചേരും. അങ്ങനെ 2 അറകളും ഒന്നായി കഴിയുമ്പോൾ അവയ്ക്കുള്ളിലുള്ള യുറേനിയം 65 കിലോഗ്രാം ആകും. അതായത് ക്രിട്ടിക്കൽ മാസിനേക്കാളും ഒരുപാട് കൂടുതൽ സൂപ്പർ ക്രിട്ടിക്കൽ അവസ്ഥയിലെത്തും. ഇതേ സമയത്ത് തന്നെ ന്യൂട്രോൺ സോഴ്സിൽ നിന്നുമുള്ള ന്യൂട്രോൺ വന്നിടിക്കുന്നത് മൂലം ന്യൂക്ലിയർ ഫിഷൻ ആരംഭിക്കുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ അനിയന്ത്രിതമായ രീതിയിൽ ചെയിൻ റിയാക്ഷൻ സംഭവിക്കും. ഇതുമൂലം നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത അത്ര വലിയ വിസ്ഫോടനമായിരിക്കും സംഭവിക്കുന്നത്.
ഇതാണ് ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന ആറ്റം ബോംബിലൂടെ സംഭവിച്ചത്. ഈ ഒരു ബോംബ് നിർമ്മിക്കുവാൻ 65 കിലോഗ്രാമോളം യുറേനിയം വേണ്ടി വന്നു എന്ന് നമ്മൾ കണ്ടു. എന്നാൽ പ്രകൃതിദത്തമായ ഈ യുറേനിയം ഖനനം ചെയ്തെടുക്കുക എന്നത് അത്ര എളുപ്പമല്ല. ഇങ്ങനെ ഖനനം ചെയ്തെടുക്കുന്ന യുറേനിയത്തിൽ നിന്നും യുറേനിയം 235 വേർതിരിച്ചെടുക്കുന്ന പ്രവർത്തനമാണ് യുറേനിയം എൻറിച്ച്മെൻറ്റ് അഥവാ യുറേനിയം സമ്പുഷ്ടീകരണം. ഈ ഒരു പ്രവർത്തനം വളരെയേറെ പ്രയാസം നിറഞ്ഞതാണ്. 3 വർഷക്കാലത്തോളം പരിശ്രമിച്ചിട്ടും അമേരിക്കയ്ക്ക് ലിറ്റിൽ ബോയ് എന്ന ആറ്റം ബോംബിൽ ഉപയോഗിക്കുവാൻ ആവശ്യമായ യുറേനിയം 235 മാത്രമേ ലഭിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രകൃതിദത്തമായ യുറേനിയത്തിന് പകരം കൃത്രിമമായി നിർമ്മിക്കുവാൻ സാധിക്കുന്ന പ്ലൂട്ടോണിയമാണ് ഫാറ്റ്മാൻ എന്ന നാഗസാക്കിയെ നശിപ്പിച്ചു കളഞ്ഞ രണ്ടാമത്തെ ആറ്റം ബോംബിൽ അവർ ഉപയോഗിച്ചത്. പ്രകൃതിദത്തമായി ലഭിക്കുന്ന യുറേനിയത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് യുറേനിയം 238 ആണ് എന്ന് നമ്മൾ കണ്ടു. ഇതിൽ ന്യൂട്രോണുകൾ വന്നിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ന്യൂക്ലിയസിന് മാറ്റങ്ങൾ സംഭവിച്ച് യുറേനിയം 238 പ്ലൂട്ടോണിയം 239 ആയി മാറും. യുറേനിയം 235 പോലെ തന്നെ വളരെ പെട്ടെന്ന് ന്യൂക്ലിയർ ഫിഷൻ പ്രവർത്തനം നടക്കുവാൻ സാധിക്കുന്ന മൂലകമാണ് പ്ലൂട്ടോണിയം 239. ഈ മൂലകം നിർമ്മിക്കുന്നതിന് വേണ്ടി അവർ ന്യൂക്ലിയർ റിയാക്ടറുകൾ സ്ഥാപിച്ചു. അതിൽ നിന്നും 3 ബോംബുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായ പ്ലൂട്ടോണിയം ലഭിച്ചു. ആ പ്ലൂട്ടോണിയം ഉപയോഗിച്ച് അമേരിക്ക 2 ബോംബുകളാണ് നിർമ്മിച്ചത്. ഒന്ന് ട്രിനിറ്റി ടെസ്റ്റിൽ ഉപയോഗിച്ച ദ ഗാഡ്ജറ്റ്, രണ്ടാമത്തേത് നാഗസാക്കിയിൽ പൊട്ടിത്തെറിച്ച ഫാറ്റ്മാൻ. യുറേനിയവുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഒരാറ്റം ബോംബിൽ വളരെ കുറച്ച് പ്ലൂട്ടോണിയം മാത്രം ഉപയോഗിച്ചാൽ മതി. കാരണം പ്ലൂട്ടോണിയത്തിൻ്റെ ക്രിട്ടിക്കൽ മാസ് എന്നത് 10 കിലോഗ്രാം മാത്രമാണ്. ഇനി നമുക്ക് ഈ പ്ലൂട്ടോണിയം ഉപയോഗിച്ച് പ്രവർത്തിച്ച് നാഗസാക്കിയെ ഇല്ലാതാക്കി കളഞ്ഞ ഫാറ്റ്മാൻ്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്ന് കാണാം. ഫാറ്റ്മാൻ എന്ന ഈ ആറ്റം ബോംബിന് 128.37 ഇഞ്ച് നീളവും 60.25 ഇഞ്ച് വ്യാസവുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഭാരം ഏകദേശം 10,265 പൗണ്ട് അഥവാ 4,670 കിലോഗ്രാമോളമായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ 6.2 കിലോഗ്രാമോളം പ്ലൂട്ടോണിയമായിരുന്നു ഇംപ്ലോഷൻ ഡിവൈസിൽ ഉപയോഗിച്ചിരുന്നത്. അതായത് പ്ലൂട്ടോണിയത്തിൻ്റെ ക്രിട്ടിക്കൽ മാസിനേക്കാളും ഒരുപാട് കുറഞ്ഞ അളവ്. സബ് ക്രിട്ടിക്കൽ മാസുള്ള ഈ പ്ലൂട്ടോണിയം കോറിൻ്റെ ഭാഗം ഒരിക്കലും തനിയെ ചെയിൻ റിയാക്ഷൻ നടക്കുകയില്ല. ഈ 6.2 കിലോഗ്രാം മാസിനെ 1/3 വലിപ്പമാക്കി കംപ്രസ് ചെയ്താണ് അതിനെ സൂപ്പർ ക്രിട്ടിക്കൽ സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ പ്ലൂട്ടോണിയം കോറിനെ കംപ്രസ് ചെയ്യുന്നത് പ്ലൂട്ടോണിയം കോറിൻ്റെ ചുറ്റിലുമായി കംപ്രസ് ചെയ്യുന്നതിന് വേണ്ടി TNT അടക്കമുള്ള എക്സ്പ്ലോസീവുകൾ ഉപയോഗിച്ചാണ്. അങ്ങനെ പ്ലൂട്ടോണിയം കോറിന് ചുറ്റിലും സ്ഥാപിച്ചിരിക്കുന്ന ഈ എക്സ്പ്ലോസീവ് സെഗ്മെൻറ്റുകൾ ഒരുപോലെ പൊട്ടിത്തെറിക്കുന്നതിൻ്റെ ഫലമായി പ്ലൂട്ടോണിയം കോർ ചുരുങ്ങാൻ തുടങ്ങും. പ്ലൂട്ടോണിയം കോറിന് ചുറ്റിലുമായി ടാമ്പർ എന്ന് പേരിട്ടിരിക്കുന്ന നാച്ചുറൽ യുറേനിയത്തിൻ്റെ ഒരു വലിയ ലെയറുണ്ട്. അതിൻ്റെ പുറത്ത് അലുമിനിയം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പുഷ് ലെയറുമുണ്ട്. അലുമിനിയം ലെയറിൻ്റെയും പുറത്താണ് എക്സ്പ്ലോസീവ് സെഗ്മെൻറ്റുകൾ അടങ്ങുന്ന എക്സ്പ്ലോസീവ് ലെൻസ് എന്ന ലെയറുള്ളത്. ഗൺ ടൈപ്പ് ഡിവൈസായ ലിറ്റിൽ ബോയിൽ സംഭവിച്ചതിൻ്റെ 20% കൂടുതലാണ് ഇംപ്ലോഷൻ ഡിവൈസായ ഈ ഫാറ്റ്മാനിൽ ന്യൂക്ലിയർ ഫിഷൻ പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നത്. അതായത് എക്സ്പ്ലോസീവ് സെഗ്മെൻറ്റിൽ എക്സ്പ്ലോഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അലുമിനിയം ലെയറും നാച്ചുറൽ യുറേനിയത്തിൻ്റെ ലെയറും പ്ലൂട്ടോണിയം കോറും ഒരുമിച്ച് കംപ്രസ്ഡ് ആകാൻ തുടങ്ങും. സബ് ക്രിട്ടിക്കൽ സ്റ്റേറ്റിലുള്ള പ്ലൂട്ടോണിയം കോർ സൂപ്പർ ക്രിട്ടിക്കൽ സ്റ്റേറ്റിലായി മാറും. അങ്ങനെ സൂപ്പർ ക്രിട്ടിക്കൽ സ്റ്റേറ്റിൽ എത്തിക്കഴിയുമ്പോൾ ചെയിൻ റിയാക്ഷൻ ആരംഭിക്കുകയും പ്ലൂട്ടോണിയത്തിൽ ന്യൂക്ലിയർ ഫിഷൻ സംഭവിക്കുകയും ചെയ്യും. കൂടുതൽ പ്ലൂട്ടോണിയത്തിൽ ന്യൂക്ലിയർ ഫിഷൻ സംഭവിച്ച് അവസാനം നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത അത്ര വലിയ വിസ്ഫോടനത്തിലൂടെ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. ഇതാണ് നാഗസാക്കിയിൽ സംഭവിച്ചത്. ഹിരോഷിമയെയും നാഗസാക്കിയെയും നശിപ്പിച്ചു കളഞ്ഞ ആ ആറ്റം ബോംബുകൾ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് മനസ്സിലായില്ലേ? ഒരു ആറ്റം ബോംബ് പൊട്ടുന്നത് ചെയിൻ റിയാക്ഷൻ്റെ തോത് ക്രമാതീതമായി വർദ്ധിച്ച് കോടാനുകോടി ചെയിൻ റിയാക്ഷനുകൾ സംഭവിച്ച ശേഷമാണ്. ആ സമയമാകുമ്പോഴേക്കും, അതായത് ആറ്റം ബോംബ് പൊട്ടിത്തെറിക്കുന്നതിന് തൊട്ട് മുൻപ് ബോംബിൻ്റെ അകത്തെ താപനില ഒരുപാട് കൂടുതലായിരിക്കും. സൂര്യൻ്റെ കോറിനകത്തുള്ള താപനിലയുടെ അടുത്ത് വരെ വരും. 1 കോടി ഡിഗ്രി സെൽഷ്യസോളം എത്തും. ഈ ഭീകരമായ ചൂടും പ്രഷറും കാരണമാണ് ഇത്ര വലിയ സ്ഫോടനം സംഭവിക്കുന്നത്. ആറ്റം ബോംബ് പൊട്ടുന്ന സമയത്ത് രൂപപ്പെടുന്ന തീഗോളം എന്നത്
പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥയായ, അതായത് വാതകം വീണ്ടും ചൂട് കൂടിക്കൂടി സംഭവിക്കുന്ന സൂര്യനിലുള്ള അതേ പ്ലാസ്മ തന്നെയാണ്. ബോംബും ബോംബിന് ചുറ്റിലുമുള്ള അന്തരീക്ഷവുമെല്ലാം പ്ലാസ്മയായി മാറും. ഈ തീഗോളം അതിൻ്റെ ഉള്ളിലുള്ള പ്രഷർ മൂലമാണ് വികസിക്കുന്നത്. ശരാശരി 1 കിലോമീറ്ററോളം വരെ വലിപ്പം വയ്ക്കും. പ്ലാസ്മ ഗോളമായി മാറിയ ആ പ്രദേശത്തിൻ്റെ ഉള്ളിലുള്ള സകലതും അപ്പോൾ അപ്രത്യക്ഷമാകും. മനുഷ്യരും ജീവജാലങ്ങളും കെട്ടിടങ്ങളും മറ്റ് സകലതും ആവിയായി പോകും. ആറ്റം ബോംബ് പൊട്ടിയ ശേഷം ഏകദേശം 10 സെക്കൻഡ് വരെ ഈ ഫയർ ബോൾ നിലനിൽക്കും. ഇത് വലുതാകുന്നതിനോടനുസരിച്ച് ഫയർ ബോളിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞു വരും. അങ്ങനെ സൂര്യൻ്റെ കോറിനുള്ളിലെ ടെമ്പറേച്ചറിൽ നിന്നും ഉപരിതല താപനിലയായ 5000 ഡിഗ്രി സെൽഷ്യസിലെത്തും. ആറ്റം ബോംബ് പൊട്ടുമ്പോൾ ഉണ്ടാകുന്നത് ഈ വലിയ താപനില മാത്രമല്ല. ബോംബ് പൊട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഷോക്ക് വേവ് 3 കിലോമീറ്ററുകൾ മുതൽ 6 കിലോമീറ്ററുകൾ വരെ ഉണ്ടാകും. ആ പ്രദേശങ്ങളിലുള്ള സകലതും പരിപൂർണമായും തകർന്നു പോകും. ഒരാറ്റം ബോംബിൻ്റെ സ്ഫോടനം എത്രത്തോളം ഭയാനകമായ ദുരന്തങ്ങളാണ് നമുക്ക് സമ്മാനിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലായില്ലേ? അണുബോംബ് എത്രമാത്രം വിനാശകാരിയാണെന്ന് ലോകമാദ്യമായി നേരിട്ട് കണ്ടു മനസ്സിലാക്കിയ ദിനമായിരുന്നു 1945 ഓഗസ്റ്റ് മാസം 6-ാം തീയതി. ലോകചരിത്രത്തിൽ ആദ്യമായി ജനവാസ മേഖലയിൽ അണുബോംബ് വീഴുന്നത് അന്നാണ്. ജപ്പാനിലെ ഹിരോഷിമയിൽ ബോംബ് വീണ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളെല്ലാം ആ നിമിഷം തന്നെ ആവിയായിപ്പോയി. അമേരിക്കയുടെ ഈ ആറ്റം ബോംബ് ആക്രമണത്തിൽ അന്ന് ഹിരോഷിമയിൽ ഇല്ലാതായത് ഏകദേശം 1,40,000-ഓളം മനുഷ്യജീവനുകളാണ്. 3 ദിവസങ്ങൾക്ക് ശേഷം നാഗസാക്കിയുടെ ആകാശത്ത് പൊട്ടിത്തെറിച്ച അണുബോംബ് ഏകദേശം 80,000-ഓളം മനുഷ്യജീവനുകളെയാണ് അവിടെ നിന്നും തുടച്ചു നീക്കിയത്. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ശാസ്ത്രത്തെ സംഹാരത്തിനായി ഉപയോഗിച്ച നാളുകൾ, ആഗോള മനസ്സാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ച ആണവായുധത്തിൻ്റെ മുറിപ്പാടുകളിൽ നിന്നും ഇന്നും ജപ്പാനിലെ ജനത പൂർണ്ണമായും മുക്തമായിട്ടേയില്ല. ഇതുപോലൊരു ദുരന്തം ഭൂമിയിൽ ഇനി ഒരിക്കലും സംഭവിക്കാതെ ഇരിക്കട്ടെ. ആണവായുധത്തെക്കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.